നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോവളത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ തലയോട്ടികൾ മാത്രമല്ല, മനുഷ്യന്റെ അസ്ഥികൾ ഉൾപ്പെടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. തലയോട്ടികളും അസ്ഥികളും കണ്ടെത്തിയിരിക്കുന്ന പിന്നിൽ ദുരൂഹതയുണ്ട് എന്നാണ് വിവരം. തിരുവല്ലം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പടിഞ്ഞാറേ പൂങ്കുളത്ത് ആനക്കുഴി റോഡിനരികിലെ പുരയിടത്തിലുള്ള പ്ലാവിന്റെ ചുവട്ടിലാണ് ഇത്തരത്തിൽ ഈ തലയോട്ടിയും എല്ലുകളും കണ്ടെത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറിനുള്ളിലും ഉണ്ടായിരുന്നു. മാത്രമല്ല, സമീപത്തായി തലയോട്ടികളും കാലിന്റെയും വാരി എല്ലുകളും അടക്കമുള്ള അസ്ഥികളാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്, ആരാണ് എന്തടക്കമുള്ള ചോദ്യമൊക്കെ ശക്തമാവുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവല്ലം പോലീസിന്റെ നേതൃത്വത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തൈക്കാട് സ്വദേശി അബ്ദുള്ളയുടെ പൂങ്കുളത്തിലുള്ള പുരയിടത്തിലാണ് അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഈ സംഭവം, അതായത് അസ്ഥികൾ അതുപോലെ തന്നെ തലയോട്ടികൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. മുഴുവനായുള്ള ഒരു തലയോടിന്റെ പിന്നിലായി വാസു എന്ന് എഴുതിയിട്ടുണ്ട്. 2ആയി മുറിഞ്ഞ നിലയിലുണ്ടായിരുന്ന മറ്റൊരു തലയോടിന്റെ ഉള്ളിലായി അസ്ന എന്ന് എഴുതിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കവറിനുള്ളിലും സമീപത്തുമായി മറ്റ് 25 അസ്ഥികളും പോലീസ് കണ്ടെത്തി. ഈ തലയോട്ടിയിൽ വാസു എന്നും അസ്ന എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അത് ആ തലയോട്ടികളുടെ ഉടമകളുടെ പേരാണോ എഴുതിയിരിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യം നിലവിൽ ശക്തമാകുന്നുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്, ഈ തലയോട്ടികളും അസ്ഥികളും ഒക്കെ ഇവിടെ എങ്ങനെയാണ് വന്നത്, വിശദമായ അന്വേഷണം തന്നെ പുരോഗമിക്കുന്നു. 8 സെന്റോളമുള്ള പുരയിടത്തിന്റെ ചുമതല സമീപവാസിയായ രാധാകൃഷ്ണനെയാണ് ഉടമയായ അബ്ദുള്ള ഏൽപ്പിച്ചത്. പുരയിടത്തിലുള്ള പ്ലാവിൽ നിന്ന് ചക്കയിടുന്നതിന് രാധാകൃഷ്ണൻ എത്തി. അപ്പോഴാണ് കരിയിലക്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്ന തലയോട്ടികളും പഴക്കം ചെന്ന കവറിനുള്ളിൽ ഉണ്ടായിരുന്ന മറ്റ് അസ്ഥികളും കാണുന്നത്. തുടർന്ന് കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായ ബീനയെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് അംഗം ബീന തിരുവല്ലം പോലീസിൽ വിവരമറിയിച്ചു. ഈ വിവരത്തെ തുടർന്ന് SHO ജെ പ്രദീപിന്റെ നേതൃത്വത്തിൽ SIമാരായ മഹേഷ്, വിനോദ് കുമാർ, മോഹൻ, ASI അനു എന്നിവരുൾപ്പെട്ട പോലീസ് സംഘം എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഭയാനക കാഴ്ച കണ്ടത്. ഫോറൻസിക് വിഭാഗം സയന്റിഫിക് ഓഫീസർ അശ്വിൻ, ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്നെത്തിയ ഷമി എന്നിവരുൾപ്പെട്ടവർ അസ്ഥികളും 2ആയി പൊട്ടിയ നിലയിലുള്ള തലയോട്ടിയും മുഴുവനായുള്ള തലയോട്ടിയും വിശദമായി തന്നെ പരിശോധിക്കുകയുണ്ടായി. തറയിലുണ്ടായിരുന്ന തലയോട്ടികളിൽ മാംസം ഉണങ്ങിപ്പോയതിന്റെ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. നേരിയ ദുർഗന്ധവും അവിടെ ഉണ്ടായിരുന്നു. സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കുമെന്ന് തിരുവല്ലം SHO വ്യക്തമാക്കി. മാത്രമല്ല, ഈ സംഭവ സ്ഥലത്ത് നിന്ന് അസ്ഥികൂടങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. അസ്ഥികൂടങ്ങളുടെ പഴക്കം ഉൾപ്പെടെ ഫോറൻസിക് ലാബിലെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അറിയാനാവുകയുള്ളൂ എന്ന് SHO വ്യക്തമാക്കി. എന്തായാലും ഈ തലയോട്ടികളിൽ പേരുകളുണ്ട്. അത് വലിയ രീതിയിലുള്ള ദുരൂഹതയാണ് ഉണർത്തുന്നത്. പൂങ്കുളത്തെ പുരയിടത്തിൽ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ തലയോട്ടികളിൽ വാസു, അസ്ന എന്ന പേരുകൾ എഴുതിയിരുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസ്. വളരെ പഴക്കമുള്ള പ്ലാസ്റ്റിക് കവറിനുള്ളിലാണ് അസ്ഥികൂടങ്ങളും തലയോട്ടികളും കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടെടുത്തത് തലയോട്ടികൾ പുരുഷന്റെയാണോ സ്ത്രീയുടേതാണോ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, MBBS 1-2 വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ഇത്തരത്തിൽ അസ്ഥികൂടങ്ങൾ നൽകാറുണ്ട്. അങ്ങനെ നൽകിയാൽ തന്നെ അത് എങ്ങനെ ഇവിടെ എത്തിയെന്നതും ഒരു ചോദ്യം ആണ്. അതായത് ഈ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ കിട്ടുന്ന അസ്ഥികൂടങ്ങൾ അതിൻ്റെ ഭാഗങ്ങളിൽ ചിലപ്പോൾ ഈ വിദ്യാർത്ഥികൾ പേരെഴുതിയേക്കാം. പഠനത്തിന് ശേഷം വിദ്യാർത്ഥികൾ ഉപേക്ഷിച്ചതാകാൻ സാധ്യതയുണ്ടെന്നാണ് IMAയുടെ നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി നൂഹ് അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അതേസമയം ഈയിടയ്ക്ക് തിരുവനന്തപുരം കടയ്ക്കാവൂരിലും ആളൊഴിഞ്ഞ പറമ്പിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. കടയ്ക്കാവൂർ തൊപ്പിച്ചന്ത കണ്ണങ്കരിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. തലയോട്ടി വേർപെട്ട നിലയിലായിരുന്നു കണ്ടെത്തിയത്. ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിലായിരുന്നു അസ്ഥികൂടം. സമീപത്തെ പുരയിടത്തിൽ പണിക്ക് വന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ അസ്ഥികൂടം കണ്ടെത്തി. പ്രദേശത്ത് താമസിച്ചിരുന്ന ദേവദാസൻ എന്ന ആളെ കുറച്ച് ദിവസമായി കാണാനില്ല എന്നടക്കമുള്ള വിവരമൊക്കെ പുറത്തു വന്നതാണ്. കണ്ടെത്തിയ അസ്ഥികൂടം ഈ ദേവദാസന്റേതാണോ എന്നതടക്കമുള്ള പരിശോധനയൊക്കെ നടത്തിയിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ ഭയാനകമായ സംഭവങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂർ തലശ്ശേരിയിൽ പണിതീരാത്ത കെട്ടിടത്തിൽ നിന്ന് സ്ത്രീയുടെ തലയോട്ടി കണ്ടെത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാണാതായ തമിഴ്നാട് സേലം സ്വദേശിനിയായ വയോധികയുടേതായിരിക്കാം തലയോട്ടി എന്ന സംശയം ഉണർന്നിരുന്നു. ഇവരുടെ മകൾ നൽകിയ പരാതിയിൽ തലശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. തലയോട്ടിക്ക് 6 മാസം പഴക്കമുണ്ടെന്ന സൂചനയടക്കം പുറത്തു വന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വയോധികയുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു.
ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടെത്തിയിരിക്കുന്ന വാസു അസ്ന എന്ന പേരുകളുള്ള ആ തലയോട്ടികൾ ആരുടേതാണ്, എന്താണ് സംഭവിച്ചത്, എങ്ങനെ തലയോട്ടികൾ അവിടെ എത്തി, അസ്ഥികൂടങ്ങൾ അവിടെ എത്തി എന്നതും ചോദ്യമാണ്. എന്തായാലും വിശദമായ ഫോറൻസിക് പരിശോധന, അന്വേഷണം, അതിനുശേഷം മാത്രമേ അന്വേഷണ സംഘത്തിന് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാവുകയുള്ളൂ. അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.